ചേട്ടാ, മാണി സി കാപ്പന്റെ പുതിയൊരു വെളിപ്പെടുത്തൽ ഉണ്ടായിരുന്നു. ആ വെളിപ്പെടുത്തൽ അദ്ദേഹം പറയുന്നത് നമ്മുടെ ജോസ് മോനെ, അതായത് ജോസ് കെ മാണിയെ സഖാവ് പിണറായി വിജയൻ ആനകളെ പൂട്ടുന്ന പോലെ വെല്ലം കിട്ട് നിർത്തിയേക്കുവാണ് ഇപ്പോഴത്തെ ജാഥയിൽ എന്നാണ്. അതേപോലെ തന്നെ വളരെ ഗുരുതരമായിട്ടുള്ള അദ്ദേഹം ആരോപിക്കുന്ന ഒരു ആരോപണം എന്ന് പറയുന്നത്, ജോസ് കെ മാണി പല തവണ UDF-ലേക്ക് വരാൻ വേണ്ടി ശ്രമം നടത്തി, UDF-ന്റെ നേതാക്കന്മാരെ കാണാൻ ശ്രമിച്ചു. അപ്പോ എന്താണ് യഥാർത്ഥത്തിൽ എൻട്രി നഷ്ടപ്പെട്ട് ജോസ്മോൻ ഒറ്റപ്പെട്ടു പോയത്? ഇത് രാവിലെ ഇതിനകത്തെ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം, അതായത് മാണി സാറിൻ്റെ മരണശേഷം ഈ ജോസ് കെ മാണിയെ ഇതിൻ്റെ ചുമതല ഏൽപ്പിക്കുമ്പോൾ രാഹുലിനും നമ്മളൊക്കെ രാഷ്ട്രീയ വിദ്യാർത്ഥികളായി നമ്മൾ നോക്കുമ്പോൾ പാലായിൽ ഒരിക്കലും ജോസ് കെ മാണി ജയിക്കില്ല എന്നുള്ള കാര്യം നമ്മുടെ കോട്ടയത്തെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ ചർച്ച ചെയ്തവരെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. കാര്യം ഈ ഒരു പഴഞ്ചൊല്ലുണ്ട്, അച്ഛൻ ആനപ്പുറത്തിരുന്ന് പറഞ്ഞ് മകൻ്റെ ഭ്രഷ്ടം തഴക്കണമെന്നില്ല എന്ന് പറയും. ഈ പ്രസിദ്ധരായിട്ടുള്ള വളരെ പ്രസിദ്ധരായിട്ടുള്ള പേര് കേട്ട പിതാക്കന്മാരുടെ മക്കളൊന്നും തന്നെ ഒരിക്കലും അതേപോലെ ആവണമെന്നില്ല. അതുപോലെ ബഹുമാനപ്പെട്ട ജോസ് കെ മാണി എം മാണി സാറിൻ്റെ മകൻ എന്ന രീതിയിൽ ആർക്കും തന്നെ കോട്ടയത്ത് ഒരു മനുഷ്യർക്കും ഇഷ്ടമല്ലാത്തൊരു നേതാവാണ്. അപ്പോൾ എന്നോട് ഇപ്പോൾ ചോദിച്ച പോലെ അദ്ദേഹത്തിനെ പൂട്ടിയോ എന്ന് ചോദിച്ചാൽ അക്ഷരാർത്ഥത്തിൽ പൂട്ടുകയായിരുന്നു. അതിനകത്ത് ഒരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം എനിക്ക് തോന്നുന്നു ഈ റോഷി അഗസ്റ്റ്യനാണ് ജോസ് മോനെ പൂട്ടാനുള്ള പ്രധാനപ്പെട്ട കണ്ണി എന്ന് പറയുന്നുണ്ട്. അതിന്റെ ശരി അല്ല, ഇവര് 5 പേരാണ് ഇപ്പോൾ ഉള്ള MLA മാരായിട്ട്. അപ്പോൾ റോഷി അഗസ്റ്റിനെ എന്തുകൊണ്ട് ഇദ്ദേഹം പിടിച്ചെന്ന് ചോദിച്ചാൽ, നിയമസഭയിൽ തോറ്റല്ലോ, നിയമസഭയിൽ മത്സരിച്ച് ജോസ് മോൻ തോറ്റല്ലോ, പാലയിൽ വളരെ അസലായിട്ട് തോറ്റു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന LDF മുന്നണിയിൽ ഉൾപ്പെടുത്തണം. LDF ഇപ്പം കമ്മിറ്റി വിളിക്കുമ്പോൾ UDF അല്ലെങ്കിൽ LDF കമ്മിറ്റി വിളിക്കുമ്പോൾ അവിടെ വരണമെങ്കിൽ ജോസ് കെ മാണി ആണല്ലോ മാണി വിഭാഗത്തിന്റെ നേതാവ്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി CPM ഒഴിഞ്ഞു കൊടുത്ത് രാജ്യസഭയിൽ അദ്ദേഹത്തിന് ഇരുത്തിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ വേറെ രണ്ടാമതില്ലാതെ വന്ന് റോഷി അഗസ്റ്റിനെ അവർ മന്ത്രിയാക്കി. അപ്പോൾ ജോസ് മോൻ ചിന്തിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. കാര്യം അദ്ദേഹത്തിന് ഏതാണ്ട് 60 വയസ്സ് അടുക്കാറായിട്ടുണ്ട്. 60 വയസ്സ് ഉണ്ടെന്നാണ് തോന്നുന്നത്. ജോസ് മോൻ 60 വയസ്സിന് അടുത്തുണ്ട്. ഈ 60 വയസ്സിനിടയിൽ അദ്ദേഹം ഒന്നും ആയില്ല. ഇപ്പോൾ റോഷി അഗസ്റ്റിൻ മന്ത്രിയായി, ജയരാജ് ചീഫ് വിപ്പായി, മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തിന് ഒന്നും ആവാൻ കഴിയും, താൻ ഒന്നും രണ്ടാമനായി പോകും. എന്തൊരു ആശങ്കയാണ് അദ്ദേഹത്തിനുള്ളത്. റോഷി അഗസ്റ്റിന് എന്താ സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹത്തിനെ മന്ത്രിയാക്കി. അല്ല, ഇതിനകത്ത് ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാല് ജോസ് മോൻ പോകാൻ പോകുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരം പിണറായി വിജയൻ സഖാവിനെ കിട്ടിയ സമയത്ത് തന്നെ എന്താണ്, റോഷി അഗസ്റ്റിനെ ചാക്കിട്ട് പിടിച്ചിട്ട് റോഷിയോട് പറഞ്ഞു, നീ മന്ത്രിയാണ്, പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടത്തില്ല, മന്ത്രിസ്ഥാനവും ഉൾപ്പെടെ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പോകും. അപ്പോൾ എന്ത് ചെയ്ത് ഒരു വിഭാഗം അടന്നു പോകും. ഇപ്പോൾ കേരള കോൺഗ്രസ് മാണി വിഭാഗം വീണ്ടും പിളരുമെന്നൊരു സ്ഥിതി വരുന്ന സാഹചര്യത്തിലാണ് ജോസ് മോൻ അവിടെ ഒറ്റപ്പെട്ടു പോയി. അദ്ദേഹത്തിന്റെ ചിന്താഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തായാലും എനിക്കൊന്നും കിട്ടിയില്ല, അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മന്ത്രിയായിട്ട് തുടരാം. ഇപ്പോൾ എൻ്റെ അച്ഛനൊക്കെ നമുക്കറിയാം, മാണി സാർ എങ്ങനെയായിരുന്നു നിയമസഭയിലെന്ന് കൃത്യമായിട്ട് വീക്ഷണബോധമുള്ള ഒരു നേതാവായിരുന്നു കെ എം മാണി എന്ന് പറയുന്നത്. അപ്പോൾ കെ എം മാണി എന്ന് പറയുന്ന ഒരു നേതാവിൻ്റെ മകനായതുകൊണ്ട് ആ ഒരു പരിഗണന കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് ലഭിക്കും. അങ്ങനെ പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ ചെന്ന് പറ്റി ഒരു മന്ത്രിസ്ഥാനത്തിലേക്ക് ഒക്കെ എത്താം. പിന്നെ ഈ കേരള കോൺഗ്രസിനൊക്കെ കൃത്യമായിട്ട് നയിച്ചുകൊണ്ട് പോവാം, കൂടെയുള്ളവർക്ക് എന്തെങ്കിലുമൊക്കെ കൊടുക്കാമെന്നായിരുന്നു ധാരണ. പക്ഷെ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ തൻ്റെ പാർട്ടിക്കാർ തയ്യാറാകുന്നില്ല എന്നതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. ഇപ്പോൾ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പോലും അവിടെ ഏകദേശം ജോസ് മോന്റെ പാർട്ടി തീരാറായി എന്നതിൻ്റെ ഒരു സൂചന അവിടെ ഇല്ലേ? അല്ല, ഇതിൽ രാഹുൽ പറഞ്ഞ 1-2 കാര്യങ്ങൾ ഇതിനകത്ത് നമ്മൾ എടുത്തു പറയണം. അതായത് ഈ ജോസ് കെ മാണി എന്ന് പറയുന്ന നേതാവിനെ തിരികെ കൊണ്ടുവരാൻ ഏതാണ്ട് ഒരു 2 ഞായറാഴ്ച, ഈ കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് മുമ്പത്തെ ഞായറാഴ്ചയാണ് ചാനലുകളിലൊക്കെ തന്നെ ഒരു ഞായറാഴ്ചയാണ് ബ്രേക്ക് ചെയ്യാണ്, ഡൽഹിയിൽ നിന്ന് ബ്രേക്ക് ചെയ്യാണ് ജോസ് കെ മാണി UDF-ലേക്ക്. അപ്പോൾ ഈ പറയുന്ന കക്ഷി ഇവിടെ ഇല്ല, ജോസ് കെ മാണി ഇവിടെ ഇല്ല, അദ്ദേഹം ദുബായിലോ മറ്റോ ഒക്കെ ആണെന്നാണ് അറിയുന്നത്. അപ്പോൾ ഇപ്പോൾ രാഹുൽ പറഞ്ഞ പോലെ പിണറായി വിജയൻ അപ്പോഴത്തേക്ക് തന്നെ പൂട്ടിട്ടു. അതായത് വന്ന് തിരുവനന്തപുരത്ത് ഇറങ്ങിയിരുന്നാലും കൊച്ചി വന്ന് ഇറങ്ങിയിരുന്നാലും ഇദ്ദേഹത്തിൻ്റെ റൂട്ട് എവിടെയാണ് എന്നുള്ളത് റഡാർ വെക്കാൻ വരെ പിണറായി വിജയൻ പറഞ്ഞു. അപ്പോൾ അവർക്ക് അവർ പൂട്ടിയത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരിൽ ഒരു സ്മാരകം UDF-ൽ നിന്ന് അടിച്ചിറക്കി വിടുകയാണ് ചെയ്തത്. രാഷ്ട്രീയത്തിൽ ഇന്നത്തെ മിത്രം നാളത്തെ ശത്രുവാണ്, ഇന്നത്തെ ശത്രു നാളത്തെ മിത്രമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം. അപ്പോൾ ജോസ് കെ മാണി എന്ന് പറയുന്ന മാണി സാറിന്റെ മകനെ തിരികെ കൊണ്ടുവരണം എന്ന് അവരുടെ ക്രൈസ്തവ സഭയുടെ ആഗ്രഹം കൂടെയായിരുന്നു. ക്രൈസ്തവ സഭ പറഞ്ഞത്, നമ്മൾ ചിലയിടത്ത് ചേരേൻ്റെ അടുത്ത് ചില ആൾക്കാർ ചേരുള്ളൂ. ഇപ്പം നമ്മൾ തൈരും മീൻകറിയും ഒരിക്കലും ചേരില്ല എന്ന് പറയുന്ന ഒരു ചെറിയ ഉദാഹരണമാണ്. അതുപോലെ
LDF കമ്മ്യൂണിസ്റ്റുകാർക്കൊപ്പം ഇരിക്കേണ്ടതല്ല മകനെ ജോസ്മോനെ, തിരികെ നീ വരൂ എന്ന് അച്ഛന്മാർ പറയുന്നു. ഇനി വത്തിക്കാനിൽ ഇടപെട്ടോ ഇല്ലെന്ന് ദൈവത്തിന് തന്നെ അറിയാം. പറഞ്ഞോളൂ. അല്ലെ, ഇനി എങ്ങനെയായിരിക്കും അത്? ക്രൈസ്തവ വിഭാഗത്തിന്റെ ഒരു വോട്ട് നമുക്കറിയാം, കോട്ടയം പാലാ കേന്ദ്രീകരിച്ച് കൃത്യമായിട്ട് ഒരു അജണ്ടയുണ്ട് ക്രൈസ്തവ വിഭാഗത്തിലുള്ള ഓരോ അവിടുത്തെ മത നേതാക്കന്മാർക്കെല്ലാം ഉണ്ട്. അല്ല, മതമേലധ്യക്ഷന്മാര് അങ്ങനെ പ്ലാൻ തന്നെയാണ്. അതെ, പ്ലാൻ തന്നെയുണ്ട്. അപ്പോ ഈ മാണി സി കാപ്പന് കൃത്യമായിട്ടൊരു പിന്തുണ കൊടുക്കും, അതോ ജോസ് മോൻ ആയിരിക്കും ഒരു പിന്തുണ കൊടുക്കാൻ പോകുന്നത്? തീർച്ചയായും നമ്മൾ തുടക്കത്തിൽ ഇപ്പൊ നമ്മൾ കാരണം അത് വേറൊന്നും കൊണ്ടല്ല, രണ്ടുപേർക്കും കൃത്യമായിട്ട് ഈ മേലധ്യക്ഷന്മാരുമായിട്ട് അടുപ്പമുണ്ട്. അവരുടെ ആ അടുപ്പം അടുപ്പം ഇവരിനി പിന്തുണ കൊടുക്കാൻ പോകുന്നത്? അല്ല രാഹുൽ, ഇതിൽ നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിൽ രണ്ടുപേരിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ജോസ് കെ മാണിക്ക് പാലായിൽ ജയിക്കാൻ കഴിയില്ല എന്ന് മാണി സി കാപ്പൻ പറയും. സ്വപ്നത്തിൽ പോലും ചിന്തിക്കണ്ട എന്ന് പറഞ്ഞാൽ തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത്. അദ്ദേഹം പാലയിൽ നിന്ന് ജയിക്കത്തില്ല. ജോസ് മോൻ അപ്പം പാലയിൽ ഇനി ക്ലച്ച് പിടിക്കത്തില്ല. ഇല്ല, ഇപ്പോഴും നല്ല അദ്ദേഹം ഒരിക്കലും ജയിക്കില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, മഹാനായ പിതാക്കന്മാരുടെ മക്കൾ ആരും തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അതിൽ ഒട്ടും തന്നെ കോട്ടയത്ത്, പാലയിലല്ല, കോട്ടയത്ത് ഒരു മനുഷ്യർക്ക് ഈ പറയുന്ന ജോസ് കെ മാണിയെ ഇഷ്ടമല്ല. പക്ഷെ പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മകൻ അത് വേറെ ഒരു മകനാണ്. അത് പക്ഷെ അവിടെ നമ്മൾ ആ ചെറുപ്പക്കാരനെ നമ്മൾ പലതും നമ്മൾ പറയേണ്ടി വരും. ആ ചെറുപ്പക്കാരനെ വളരെ അടുത്തറിയാവുന്നൊരു സൗഹൃദം എനിക്ക് അദ്ദേഹത്തിനോട് ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹം നല്ലൊരു ചെറുപ്പക്കാരനാണ്, വളരെ വൈബ്രന്റ് ആണ്. പിതാവിനോളം അദ്ദേഹത്തിന്റെ ഭാഷയത്തിന് അദ്ദേഹത്തിന്റെ പിതാവിനോളം എത്തില്ലെങ്കിലും ഒരു പകുതിയെങ്കിലും കഴിവ് ആ ചെറുപ്പക്കാരനുണ്ട്. ജനം ഇഷ്ടപ്പെടാൻ, രാഷ്ട്രീയത്തിന് അതീതമായി ഒരാൾ ജനങ്ങൾ ഇഷ്ടപ്പെടണം എന്നുണ്ടെങ്കിൽ അയാൾക്ക് ചില ക്വാളിറ്റീസ് വേണം. ആ ക്വാളിറ്റി ജോസ് കെ മാണിക്കില്ല, ജോസ് മോനില്ല. അപ്പം നമ്മൾ പറഞ്ഞു വന്നതിലേക്ക് തന്നെ വരാം. ഇദ്ദേഹത്തെ പൂട്ടിയതാണ്. അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേരിൽ സ്മാരകം. റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ്, ഏതിന്റെ ജലസേചന വകുപ്പ് മന്ത്രിയാണ്. തിരുവനന്തപുരത്ത് എനിക്കറിയാം, വെള്ളയമ്പലത്ത് വാട്ടർ അതോറിറ്റിക്കൊരു നമ്മൾ ഈ പറയുന്ന പോലെ പാട്ടത്തിന് കിട്ടുന്ന ഭൂമിയാണ്. പാട്ടത്തിൽ ആ ഭൂമിയിൽ അച്ഛന്റെ പേരിൽ ഒരു സ്മാരകം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പൊ അച്ഛന്റെ പേരിൽ സ്മാരകം ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇപ്പൊ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. എന്നാൽ രാഹുൽ, ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ബഹുമാനപ്പെട്ട മാണി സി കാപ്പൻ പറഞ്ഞ പോലെ ഇദ്ദേഹം എപ്പോഴും വേണമെങ്കിൽ ഇദ്ദേഹം ചാടിപ്പോവാം. ഈ യാത്രയിൽ പിടിച്ച് പൂട്ടിയിട്ടിരിക്കുക. നമ്മൾ കണ്ടു ചിത്രത്തിൽ കിരീടം വെച്ചു കൊടുക്കുമ്പോൾ മുഖം ഒരുമാതിരി, പിണറായി വിജയനൊക്കെ വെച്ചു കൊടുക്കുമ്പോൾ മുഖം ഇഷ്ടമില്ലാത്തൊരു കാര്യം, ആകെ ഇങ്ങനെ നിൽക്കുക, കണ്ടില്ലേ? അതുകൊണ്ട് തന്നെ എനിക്കിപ്പോഴും, ഞാനൊരു രാഷ്ട്രീയ വിദ്യാർത്ഥിയാണ്, എനിക്കിപ്പോഴും തോന്നുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു സ്ട്രാറ്റജി ഉണ്ട്. അതായത് LDF RSP പിളർത്തിയ ഒരു കഥ അറിയാവും. RSPയെ ഈ പറയുന്ന നമ്മുടെ ചന്ദ്രചൂഡൻ, TJ ചന്ദ്രചൂഡൻ എന്ന് പറയുന്ന ഈ NK പ്രേമചന്ദ്രന്റെ ഒപ്പം RSPയിൽ 2 ഘടകമാക്കി. അതായത് LDF മുന്നണി യോഗത്തിൽ ചന്ദ്രചൂഡൻ പിണറായി വിജയനോളം തന്നെ തലപ്പൊക്കമുള്ളൊരു നേതാവാണ്. അദ്ദേഹത്തിനെ പിണറായി വിജയൻ തന്നെ എടുത്ത് അങ്ങ് മട്ടമാക്കി ഒരു കമ്മിറ്റിക്കകത്ത്, LDF യോഗത്തിനകത്ത്. അയാൾ പോയി ആനുകാലികമായ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പിണങ്ങി പിരിഞ്ഞു. അതായത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അവരുടെ മുന്നണിയിലുള്ള ഒരു പാർട്ടിയെ 2 ആക്കുക, പിളർത്തിയാൽ ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ റോഷി അഗസ്റ്റിനും ജയരാജും അടങ്ങുന്ന ഒരു പക്ഷം ഇവിടെയും ജോബ് മൈക്കിളും ഈ പറയുന്ന ജോസ് കെ മാണിയും മറ്റൊരു പക്ഷത്തേക്ക് പോയില്ലെങ്കിൽ അതിശയിക്കേണ്ട കാര്യമില്ല. ജനതാദളിനെ പിളർത്തി, RSPയെ പിളർത്തി. മാത്രമല്ല അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്ന സമയത്താണ് ഒരു ബ്രാഞ്ച് കമ്മിറ്റിയെ 2 ബ്രാഞ്ച് കമ്മിറ്റിയാക്കി തിരിക്കും. ഇതെല്ലാം അദ്ദേഹത്തിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. ജോസ്മോന്റെ പാർട്ടിയും പിണറായി വിജയൻ പിളർത്തും തീർച്ചയായിട്ടും. അതായത് റോഷി അഗസ്റ്റിൻ ഉയരിനെ പേടിച്ച് ഇദ്ദേഹത്തിനോട് നിൽക്കും. കാര്യം മന്ത്രിയായിരുന്നല്ലേ, പേടിക്കണം, പിണറായിയാണ് പേടിക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതിലൊരു പിളർപ്പ് ഉണ്ടാകും എന്നുള്ള കാര്യം. ഈ യാത്ര കഴിഞ്ഞാലും ജോസ് മോൻ ചിലപ്പോൾ പോയേക്കും. വായോ എന്നിങ്ങനെ മാടി വിളിച്ചുകൊണ്ടിരിക്കുക. വത്തിക്കാനെന്ന് പറഞ്ഞിട്ടുണ്ടാവും, പിന്നെ നമ്മൾ പറഞ്ഞ മേലധ്യക്ഷന്മാർ പറഞ്ഞിട്ടുണ്ടാവും എവിടെയെങ്കിലും ഒരു സീറ്റ് കൊടുക്കാമെന്ന് പറയും. ഒരു മന്ത്രി ആവണം. കാര്യം കുറച്ചുകൂടെ കഴിയുമ്പോൾ കാലാവസ്ഥ അറിയാം. ഇപ്പൊ സീറ്റ് ഇല്ലല്ലോ സദസ്സിൽ, ഗോവിന്ദന്റെ കാണാൻ ആരും കാണാൻ സദസ്സിൽ ആളില്ലല്ലോ. കഴിയട്ടെ, നമുക്കറിയാം ഈ മേഖല യാത്ര കഴിയുമ്പോൾ ചാടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പേര് വേണമെങ്കിൽ മാറ്റാൻ നമുക്ക് ഇവിടെ ഇരുന്ന് പറയാം.